കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ചവിട്ടുന്നതിനിടെ റോഡരികിലെ സുരക്ഷാ ഭിത്തിയില്ലാത്ത ഭാഗത്തിലൂടെ 28 അടി താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി റിഹാന കാദറിൻ ആൻഡ്രോസ് മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃക്കാക്കര നഗരസഭയോടും പോലീസിനോടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം കുറ്റക്കാർക്കെതിരെ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് KV മനോജ് കുമാർ വ്യക്തമാക്കി. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മരിച്ച റിഹാന ഖാദറിന്റെ വസതിയിലെത്തിയ കമ്മീഷൻ അധ്യക്ഷൻ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർക്കുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് 12 വയസ്സുകാരുടെ ജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് ബാലാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. പോയതിനു ശേഷം നമ്മൾ അതിന്റെ നടപടിയിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തന്നെ ഇപ്പോൾ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം നിരവധി കാര്യങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ഏത് തരത്തിൽ അവരെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോകും? ഒരു ജീവൻ പോയില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കുട്ടികൾക്ക് കുട്ടി സൗഹൃദമായ ബാലസൗഹൃദമായ സംവിധാനങ്ങൾ ഓരോ നഗരസഭയിലും പഞ്ചായത്തുകളിലും ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായും തുടർ നടപടികൾ കമ്മീഷന്റെ ഭാഗത്തുണ്ടാകും.